ദൈവമേ ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ചെറിയ കുട്ടികൾ പോലും ടീച്ചറെ ഇമിറ്റേറ്റ് ചെയ്യുന്നൊക്കെ അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ ഇപ്പൊ മറുപടികൾ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ പിന്നെ അവര് തന്നെ വല്ലാതെ ആവണ്ട. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും തോന്നു കൊള്ളും, അത് പലരും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇവര് എനിക്കെതിരെ ഇട്ടപ്പോഴ് സത്യഭാമ ടീച്ചറിന് ഇങ്ങനെ ഒരു അവസരം വരും എന്നുള്ളത് ഇവരാരും വിചാരിച്ചില്ല. അന്ന് തന്നെ ചെയ്തിട്ടുള്ളവർക്ക് എല്ലാം ഞാൻ വെട്ടിപ്പായിട്ട് ഇപ്പൊ കൊടുത്തിരിക്കും. അത് ആ സംശയമില്ല. യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. പലരെന്തോ പറഞ്ഞറിയോ, അവരിനി അവരിനി രക്ഷപ്പെടൂല, അവരുടെ എല്ലാം തീർന്നിട്ടില്ല. ഞാൻ ചേട്ടാ കുടഞ്ഞെഴുന്നേറ്റ് ഇപ്പോ സത്യം പറഞ്ഞാല് വിശ്വസിക്കൂല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ സൗദിയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, പല സ്റ്റേറ്റിൽ നിന്നും, പല സ്റ്റേറ്റിൽ നിന്നും ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന്, അവിടെ പല ദിക്കിൽ തന്നെ ഓരോരുത്തർ വിളിച്ചിട്ട് പറയണത് അറിയാം, ടീച്ചർ ഞങ്ങൾ ടീച്ചറിനെ ശരിക്കും പറഞ്ഞ തെറ്റിദ്ധരിച്ചു. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. അപ്പൊ എന്താ, അവർക്കൊരു കേസിനോ എനിക്കെതിരെ പരാതിക്ക് പോകാൻ പറ്റില്ല അറിയോ? ഞാനതെല്ലാം സെറ്റാക്കി വെച്ചേക്കല്ലേ, ഇവരെന്നെ പറഞ്ഞതല്ല. അപ്പൊ ഇവർക്ക് എനിക്കെതിരെ എങ്ങനെ പോകാൻ പറ്റൂ? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കളാ. ടീച്ചർ എറിഞ്ഞു നോക്കി കൊണ്ടില്ല. അപ്പൊ ചെറിയ കുട്ടിയായാലും ചെറിയ കുട്ടി ചെയ്യുന്നത് എന്തുകൊണ്ടാ? കുട്ടിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടല്ലേ ചെയ്യണത്. അപ്പൊ ഈ കുട്ടി വലുതായാലും എന്തായിരിക്കും സ്ഥിതി? അപ്പൊ അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്. വളർത്തോഷം ഇവന്മാരൊക്കെ തീറ്റി പോരുന്ന ഇവന്മാരെ തന്തേനെ ആദ്യം തരണം. ടീച്ചർ രാഷ്ട്രീയം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. ടീച്ചർ ഈ രാഷ്ട്രീയം പറയാൻ നിന്നാ ഒറ്റ വാക്കിൽ ഉത്തരം മതി. ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ. ടീച്ചറുടെ മനസ്സിലൊരു പാർട്ടി ഉണ്ട്, പക്ഷെ പറയില്ല. ഇല്ല. ഞാൻ കലാമണ്ഡലത്തിലെ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു. ആ സമയത്ത് ഞാൻ കടകംപള്ളി സാറിനെ എന്റെ ഒരു പ്രോഗ്രാമിന് വിളിച്ചു. അങ്ങനെ സാറാണ് എന്നെ കലാമണ്ഡലത്തിലാക്കുന്നത്. അത് പാർട്ടിയിൽ പോയിട്ടാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇന്നോഗ്രേഷൻ ഞാൻ ഇന്നോഗ്രേഷൻ സാറിനെ വിളിച്ചത്. അത്രേ ഉള്ളൂ. പിന്നെ ബിജെപിയിൽ ബന്ധമുണ്ടെന്ന് വെച്ചാൽ അവര് എന്നെ പിടിച്ച് സ്റ്റേറ്റ് മെമ്പറാക്കി. അത്രേ ഉള്ളൂ. പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും കുടുംബക്കാരും മൊത്തം കോൺഗ്രസ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? ഒരു കുട്ടിയോട് കലാമണ്ഡലം സത്യഭാമ ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ടീച്ചറിന്റെ ഇപ്പൊ ഇതുവരെയുള്ള ജീവിതത്തിൽ ടീച്ചർ എത്രയോ വർഷമായിട്ട് എത്രയോ ശിഷ്യരുള്ള ഒരു ടീച്ചറെ ഇങ്ങനെ ആയിരുന്നില്ല ഈ പുതിയ കുട്ടികൾ അറിയേണ്ടത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ടീച്ചറിന് അങ്ങനെ തോന്നിയില്ല? എന്ത് ചെയ്യാനടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. ഞാൻ അതിന് വേണ്ടി ഒരു തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്തെല്ലാം നമ്മുടെ ഈ ലോകത്ത്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കണം, അതുപോലെ വല്ലതും ഞാൻ ചെയ്ത വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നെ നാറ്റിക്കരുത്. ഒരു കറുപ്പും വെളുപ്പിനെ കുറിച്ച് പറഞ്ഞു. അതെന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത്രയേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. പോകാൻ പറ്റേ? അപ്പൊ എന്താ പരിപാടി? ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ?